കാവ്യ മാധവൻ അധികം പോസ്റ്റുകളൊന്നും പങ്കുവെക്കാറില്ല. അത് പ്രേക്ഷകർക്ക് നന്നായിട്ട് തന്നെ അറിയാം. വളരെയധികം സ്നേഹത്തോടെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ കാവ്യ പോസ്റ്റുകൾ പങ്കുവെക്കാറുള്ളൂ. പിറന്നാൾ ദിവസമൊന്നും അങ്ങനെ പോസ്റ്റുകൾ പങ്കുവെക്കുന്ന പതിവ് കാവ്യയ്ക്കില്ല. എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ തന്നെ പിറന്നാളിനൊരു പ്രത്യേകതയുണ്ടെന്നാണ് കാവ്യ പറയുന്നത്. അതായത് ഇത്തവണത്തെ പിറന്നാളിന് ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ അച്ഛനില്ലാത്തതാണ് കാവ്യയുടെ വിഷമമെന്ന് പറയുന്നു. അച്ഛൻ അരികിലുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും സങ്കടം എനിക്ക് ഒരിക്കലും തോന്നില്ലായിരുന്നു എന്നാണ് കാവ്യയുടെ പോസ്റ്റിലൂടെ പറയുന്നത്. സാധാരണ ഓണത്തിനോ മറ്റെന്തിനെങ്കിലുമായി ഒരു ഗ്രൂപ്പ് ചിത്രം പങ്കുവയ്ക്കുന്നതല്ലാതെ കാവ്യ അത്തരത്തിൽ ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ലായിരുന്നു. പിറന്നാൾ ദിവസം എന്നത്തേലും പോലെ കടന്നു പോകുമായിരുന്നു. മീനാക്ഷി പോസ്റ്റ് പങ്കുവച്ചാൽ മാത്രമാണ് എല്ലാവരും കാവ്യയുടെ പിറന്നാൾ അറിയുക. ഇപ്പോൾ അങ്ങനെയൊക്കെയായി മാറിക്കഴിഞ്ഞു കാവ്യയുടെ ജീവിതം. എന്നാൽ ഇത്തവണ പിറന്നാളിനെക്കുറിച്ച് പറയുമ്പോൾ കാവ്യയ്ക്കൊരു മനസ്സിൽ വിങ്ങലാണ് എന്ന് തന്നെ പറയണം. ഓരോ പിറന്നാളും ഓരോ ഓർമ്മകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് തന്നെ കൃത്യമായ ഒരു രീതിയിലൊരു കാര്യമുണ്ട്. ഓരോ പിറന്നാളും ഓരോ ഓർമ്മ ദിനവും അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമായത് എന്ന് പറയാം. ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യത്തെ പിറന്നാളാണ്. മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛൻ്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് സാന്ത്വനമാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ ഉള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കാവ്യ എത്തുന്നത്. കാവ്യയുടെ സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെയാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതും പ്രേക്ഷകരും അത് പങ്കുവച്ചിട്ടുണ്ട്. നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ ആശംസകൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് കാവ്യ. ഇത്തവണത്തെ പിറന്നാളെല്ലാം വ്യത്യസ്തമായാണ് കാവ്യ നോക്കുന്നത്. ആശംസകൾ അറിയിച്ചെത്തിയവരൊക്കെ തന്നെയും തിരിച്ചു പറയാനും മടിച്ചിട്ടില്ല. എല്ലാവരും എത്തിയിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയാം. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഇത് അറിയുന്നത്. മീനാക്ഷി ഇതുവരെ ചിത്രങ്ങൾ പങ്കുവച്ചില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. സാധാരണ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും പിറന്നാളുകൾക്കെല്ലാം മീനാക്ഷി പോസ്റ്റുമായി എത്താറുണ്ട്. ഇത്തവണ അത്തവണത്തെ പതിവ് തെറ്റിച്ചിരിക്കുകയാണോ? ഇപ്രാവശ്യം പിറന്നാൾ ആഘോഷമൊന്നുമില്ല. അതെല്ലാവർക്കും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കൂടുതൽ ആഘോഷത്തിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വരാത്തതും. ഇമോഷണൽ നോട്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. 41 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ് കാവ്യയ്ക്ക്. കാവ്യയെപ്പോലെ മലയാളികൾ ആഘോഷിച്ച നടിമാർ വിരളമാണ്. മലയാളത്തിൻ്റെ മുഖശ്രീയാണ് ഒരു കാലത്ത് കാവ്യ അറിയപ്പെട്ടത്. 2000-ന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു കാവ്യ മാധവൻ. 2016-ൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് അവസാന സിനിമയും. പിറന്നാൾ ദിനത്തിൽ കാവ്യ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധയായി മാറുന്നത്. അടുത്തിടെ മരിച്ച തന്റെ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ടാണ് കാവ്യയുടെ പോസ്റ്റ്. ഓരോ പിറന്നാളും ഓരോ ഓർമ്മദിനവും അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമായത് എന്ന് പറയുന്നു. നിരവധി പേരാണ് കമന്റ് ബോക്സിൽ കാവ്യയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചത്. അച്ഛൻ്റെ വിയോഗത്തിൽ ചിലർ കാവ്യയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ്റെയും അമ്മയുടെയും തണൽ പറ്റി നടന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ നഷ്ടം താങ്ങാൻ പറ്റില്ല. എങ്കിലും ജീവിതം മുൻപോട്ട് പോയല്ലേ പറ്റൂ. തന്നെ നോക്കി ഭർത്താവും കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് കാവ്യയ്ക്ക് ജീവിക്കണം. എല്ലാവരെയും പോലെ കാവ്യയും ജീവിക്കും. അതാണ് വേണ്ടതെന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.